കഴിഞ്ഞ ദിവസമാണ് നജീബ് കാന്തപുരം ഒരു പ്രസ്താവന പറയുന്നത് കേട്ടത്. മറ്റൊന്നുമല്ല, റോഡിലെ കുഴികളിൽ വീണ് ഗർഭിണികളുടെ ഗർഭം അലസമായി പോകുന്നു എന്നുള്ള ഒരു പ്രസ്താവനയാണ് നജീബ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത്. പൊതുമരാമത്തിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. എനിക്ക് ഇതിൽ പറയാനുള്ളത്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ളത്, നമുക്കിപ്പോൾ നജീബ് കാന്തപുരത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള യു ഡി എഫ് ഇപ്പോൾ ഒരു നല്ലൊരു റോഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അവർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എങ്ങനെ പോയാലും വലതും ഇടതും സമാസമമായിട്ട് കേരളം ഭരിച്ചിട്ടുണ്ട്. ഒരു 5 കൊല്ലം ലീഡ് ഇപ്പോൾ LDF നിൽക്കുന്നു എന്നാണ് എൻ്റെ ഒരു കണക്ക് പ്രകാരം എനിക്ക് തോന്നുന്നത്. എന്തായാലും ഏകദേശമൊക്കെ സമാനമായിട്ട് LDF ഭരിച്ചിട്ടുണ്ട്, UDF ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ നജീബ് കാന്തപുരം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യവും ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചില കമ്പാരിസൺ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ UDF ഇപ്പോൾ ഒരു 5 കൊല്ലം ഭരിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള റോഡ് എന്താണ്, റോഡിൻ്റെ സിസ്റ്റം എന്താണ്, റോഡിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൽ നിന്ന് താഴോട്ടാണോ LDF പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഒരിക്കലും LDF അതിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല, അതിൽ നിന്ന് മേപ്പോട്ടും പോയിട്ടില്ല. UDF ഭരണത്തിലിരിക്കുമ്പോൾ എന്ത് രീതിയിൽ, ഏത് മെറ്റീരിയൽ, ഏത് അവസ്ഥയിൽ റോഡുകൾ നിർമ്മിച്ചോ പാലങ്ങൾ നിർമ്മിച്ചോ അതേ അവസ്ഥയിലും അതേ രീതിയിലും തന്നെയാണ് നിലവിലെ റോഡിൻ്റെ അവസ്ഥയും. അതിലൊരാൾ ഒരു സ്മാർട്ട് റോഡ് കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ഇത്രയും വർഷം നിലനിന്ന് ഒരു കുഴി പോലും ഇല്ലാതെ ഒരു സർക്കാരിനെ എടുത്ത് കാണിച്ചു തരാമെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. പക്ഷേ അങ്ങനെ ഒരു റോഡ് ഇന്നേ വരെ ഈ കാലഘട്ടത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഈ കുഴികളെ നമുക്കൊരിക്കലും വെള്ളം കെട്ട് ഇതിനെയൊക്കെ നമുക്കൊരിക്കലും ഒരു സർക്കാരിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അത് പ്രകൃതിയുടെ മാറ്റങ്ങളാണ്. ഇപ്പോൾ ഒരു മലയോര മേഖലകളിൽ എത്രത്തോളം റോഡ് നിലനിൽക്കും, നമ്മുടെ തരിശ് റോഡ് ഭൂമി സ്ഥലത്തുള്ള റോഡുകൾക്ക് എത്ര വർഷം കാലാവധി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ, യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ മനസ്സിലാക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ റോഡിൽ കൃത്രിമം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്രിമ റോഡ് പണിയിൽ നടക്കുന്നുണ്ട്. അത് UDF ഇരുന്നാലും നടക്കുന്നുണ്ട്, LDF ഇരുന്നാലും നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പോൾ UDF നല്ലൊരു റോഡും ഒരു നല്ല രീതിയിലുള്ളൊരു താറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത്രയും ശതമാനം താർ ഉൾപ്പെടുത്തിക്കൊണ്ട് മെറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത് കാണിച്ചിട്ട് വേണം മറ്റ് പാർട്ടികളെ വിമർശിക്കാൻ. ഇപ്പോൾ UDF ഭരിക്കുന്ന സമയത്തും ഗർഭിണികളുടെ ഗർഭം അലസമായി പോയിട്ടുണ്ട്. നജീബ് കാന്തപുരം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ റോഡുകൾ 100% ക്വാളിറ്റി കൂടിയതായിരുന്നു, ഒരു കുഴി പോലും ഇല്ലായിരുന്നു എന്നൊക്കെ വേണം പറയുന്നത്. പക്ഷേ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ചില വസ്തുതകളുണ്ട്. ഞാൻ ഒരു പാർട്ടി അനുകൂലിയായിട്ടൊന്നും സംസാരിക്കില്ല. ചിലപ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നും ഞാൻ LDF കാരനാണെന്ന്, CPM കാരനാണെന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ അത് നിങ്ങളുടെ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമായിട്ടും ചിന്താഗതിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ കാണാൻ നോക്കൂ, ഞാൻ നിഷ്പക്ഷമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അപ്പോൾ നജീബ് കാന്തപുരം പറയുന്നതിനെ നമുക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആദ്യമേ സ്വന്തം പാർട്ടി ചെയ്ത നല്ലൊരു കാര്യം, നല്ലൊരു റോഡ്, നല്ലൊരു പാലം. എൻ്റെ നാട്ടിൽ ഒരു പാലമുണ്ട്, അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മിനിസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ്. കാരണം അദ്ദേഹം ആണ് ഇവിടെ എല്ലാം നമ്മുടെ കേരളത്തിലെ പൂർണ്ണമായിട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാർന്ന കാര്യമാണ്. എൻ്റെ നാട്ടിലൊരു പാലമുണ്ട്, അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് വന്നിരിക്കുന്നത്. അത് 3 വട്ടം അടച്ചിട്ട് പണിതിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഉമ്മൻചാണ്ടി 2016 ഇറങ്ങുന്നു, ഇന്ന് 2024. ഈ കാലഘട്ടത്തിന് ഇത്രയിടയ്ക്ക് 3 വട്ടം അടച്ചിട്ട് എൻ്റെ നാട്ടിൽ പണിത പാലം ഉണ്ട്. പക്ഷേ അതിൽ ഇപ്പോൾ സഞ്ചരിച്ചാൽ എത്ര കൊല്ലം ജില്ലയിലുള്ള എല്ലാ ഗർഭിണികളുടെയും ഗർഭം അലസി പോകുന്ന ഒരു പാലമുണ്ട്. ആ പാലമാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ. നിങ്ങൾക്ക് ഇതിൽ ചിലപ്പം കാണുന്നവർക്ക് കൊല്ലം ജില്ലയെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ പാലമാണ് നമ്മുടെ കോൺഗ്രസ് ഭവനായിട്ടുള്ള ആ കോൺഗ്രസ് ഭവൻ്റെ സൈഡിലുള്ള ആ ഒരു പാലം ഇപ്പോഴും ചെന്ന് നോക്കണം, തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അപ്പോൾ അത് ആരെയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കുന്നത്? 2016 ശേഷം 3 തവണ അടച്ചിട്ട് വീണ്ടും അറ്റകുറ്റപ്പണികൾ ചെയ്ത പാലമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിലാണ്, UDF സർക്കാരിൽ ഇരിക്കുമ്പോഴാണ് ഈ പാലം വരുന്നത്. അപ്പോൾ വസ്തുതകൾ നിരത്തിക്കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ നോക്കും. ഇതുപോലുള്ള പ്രസ്താവനകൾ, നജീബ് കാന്തപുരം പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള പ്രസ്താവനകൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ തള്ളിക്കളയുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ ആദ്യം അടുത്ത ഭരണത്തിൽ വരുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ വന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു റോഡ്, നല്ല രീതിയിലുള്ള ഒരു പാലം, ഇത് സമ്പ്രദായങ്ങളെ കൊണ്ടുവരിക. അതിനുശേഷം ഈ അടുത്ത പാർട്ടി, നമുക്കറിയാം ഈ വഴിയോര
വഴിയോരങ്ങളിൽ കാണുന്ന ഹൈമാക്സ് ലൈറ്റുകളുടെ ഒരു കാര്യങ്ങൾ അറിയാം. അത് എത്ര കൊല്ലം നിൽക്കുന്നുണ്ട്? വഴിയോര വിളക്ക് എത്ര കൊല്ലം ഒരു പാർട്ടി ഭരിച്ചാൽ നിൽക്കുന്നുണ്ട്? അത് എത്രത്തോളം മെയിൻറ്റെയിൻസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള വസ്തുതയാർന്ന കാര്യങ്ങൾ നിരത്തി കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കാരും ഇതിന് സമാനമായിട്ടുള്ള ഉത്തരവാദികൾ തന്നെയാണ്, സമാനമായിട്ട് കുറ്റങ്ങൾ ചെയ്തു പോകുന്ന പാർട്ടികൾ തന്നെയാണ്. അപ്പോൾ ഒരു പാർട്ടി മാത്രം അവഹേളിച്ച് കാണിക്കാനുള്ള ഒരു കാര്യമില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനി കാണാം. നിങ്ങൾക്ക് ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക. നജീബ് കാന്തപുരത്തിനോട് ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.